റിപ്പോ നിരക്ക് പരമാവധി 0.25% കുറയ്ക്കുമെന്ന് കരുതിയിടത്ത് റിസർവ് ബാങ്ക് 0.5% കുറച്ചു. റിസർവ് ബാങ്ക് ഗവർണർ ഇന്ന് പ്രഖ്യാപിച്ച തീരുമാനങ്ങൾ അനുസരിച്ച് ഭവന, വാഹന, വ്യക്തിഗത, വിദ്യാഭ്യാസ, സ്വർണ്ണ പണയ വായ്പാ പലിശ നിരക്കുകൾ കുറയും. സ്ഥിര നിക്ഷേപ പലിശയും ഒപ്പം കുറയും. 1 ലക്ഷം രൂപയ്ക്കുള്ള സ്വർണം പണയം വയ്ക്കുമ്പോൾ 85,000 രൂപ വരെ വായ്പ കിട്ടും. ചെറിയ വായ്പകൾക്ക് നയം ഉദാരം. പ്രഖ്യാപനങ്ങളിൽ ഓഹരി വിപണിക്ക് സന്തോഷം. സെൻസെക്സ് കയറിയത് 1%. സ്വർണ്ണ വായ്പാ കമ്പനികളുടെ ഓഹരികളിലും കുതിപ്പ്. സ്വർണ്ണവിലക്കയറ്റത്തിന്റെ ചുവട് പിടിച്ച് വെള്ളിക്കും തിളക്കം. വെള്ളിവില കിലോഗ്രാമിന് 1 ലക്ഷം രൂപ കടന്നു. വ്യാവസായിക ആവശ്യത്തിനു കൂടി ഉപയോഗിക്കുന്ന വെള്ളി ഭാവിയിലേക്കുള്ള മറ്റൊരു ആകർഷക നിക്ഷേപമായി കാണുന്നവർ വർദ്ധിച്ചതായി വിപണിയിൽ നിന്ന് റിപ്പോർട്ടുകൾ. പഹൽഗാമിന്റെ നടുക്കത്തിൽ നിന്ന് വന്ദേ ഭാരതിന്റെ ആവേശത്തിൽ കശ്മീർ. ജമ്മുവിൽ നിന്ന് ഇതാദ്യമായി കശ്മീർ വരെ ട്രെയിനിൽ പോകാവുന്ന സ്ഥിതിയായി. പുതിയ പാതയും സർവീസും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. കശ്മീർ വിസ്മയങ്ങളിലേക്കുള്ള ടൂറിസത്തിനും പുതിയ കുതിപ്പ്. ട്രംപ് മസ്കുമാർ ചങ്ങാത്തം അവസാനിപ്പിച്ച് പൊരിഞ്ഞ അടിമൂത്തപ്പോൾ ടെസ്ലയുടെ ഓഹരി വില തകർച്ച 15%. വിപണി മൂല്യം ഇടിഞ്ഞത് $150 കോടി. ടെസ്ലയുടെ ഇന്ത്യൻ പ്രവേശനത്തെ അടിപിടി എങ്ങനെ ബാധിക്കും? ആപ്പിളിന്റെ കാര്യത്തിൽ എന്ന പോലെ ടെസ്ലയും ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് ട്രംപിന് ഇഷ്ടമല്ല തന്നെ. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം ഓൺലൈൻ.